നമ്മൾ കുറെ ദിവസമായി TP സുൽഫത്ത് ഫേസ്ബുക്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും TP സുൽഫത്ത് ഫേസ്ബുക്കിൽ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ട് നിൽക്കുന്നതെന്ന് കാണാം. ഞാൻ സുൽഫത്തിന്റെ പേജിൽ കയറി നോക്കിയപ്പോ കണ്ടൊരു വീഡിയോ ആണിത്. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് നമ്മളൊക്കെ കണ്ണാടി നോക്കാറുണ്ടല്ലേ, വീട്ടിലുള്ള കണ്ണാടിയാണ് നോക്കാറ്, കൂടി പോയ ഫോണിലുള്ള പേഴ്സണൽ ക്യാമറ ഓൺ ആക്കിയിട്ടും കണ്ണാടി നോക്കാറുണ്ട്. പക്ഷെ സുൽഫത്ത് ഇവിടെ ചെയ്തത് എന്താ, ഫേസ്ബുക്കില് കണ്ണാടി നോക്കിക്കൊണ്ട് ആ വീഡിയോ പബ്ലിഷ് ചെയ്ത്. ഫേസ്ബുക്ക് ഒക്കെ എത്ര അധപ്പതിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുൽഫത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടിട്ട വീഡിയോ കാണാനും ആൾക്കാരുണ്ട് എന്നുള്ളത്. തമാശ പറയുന്നില്ല, കുറെ ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്ക് ഒക്കെയാണ് ഇപ്പോൾ സുൽഫത്ത് കണ്ണാടിയാക്കിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ സുൽഫത്ത് ഇട്ട ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ മാമാ ഷാജൻ ഇല്ലേ, ഇയാളുടെ മുഖം ഇങ്ങനെ ആയത് നോക്കണ്ട, ഇത് മാമാ ഷാജൻ തന്നെയാണ്. മാമാ ഷാജന്റെ മുഖം വ്യക്തമായിട്ട് കാണിച്ചുകൂടാ, കാരണം മാമാ ഷാജന്റെ മുഖം കാണിച്ചു കഴിഞ്ഞാൽ മാമാ ഷാജൻ കോപ്പിറൈറ്റ് അടിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം തന്തയില്ലായ്മയാണ് ഈ മാമാ ഷാജൻ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാമാ ഷാജന്റെ 1-2 ഫോട്ടോസ് ഉണ്ട്, മാമാ ഷാജനാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്നാലും മാമാ ഷാജൻക്ക് കോപ്പിറൈറ്റ് അടിക്കാൻ പറ്റൂല. അപ്പോ ആ ഫോട്ടോസ് വെച്ചുകൊണ്ട് നമുക്ക് ഇന്ന് മാമാ ഷാജന്റെ വീഡിയോ കാണാം. ഞാൻ ഇതുവരെ മാമാ ഷാജന്റെതല്ല ഒരാളെ ഫോട്ടോ വെച്ചിട്ടും വീഡിയോ മാത്രം കാണിച്ചിട്ടില്ല. പക്ഷെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, കാരണം ഇയാളുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇയാൾ കോപ്പിറൈറ്റ് അടിച്ച് പൂട്ടിക്കും. അതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന സുൽഫത്ത് മോദിയുടെ ഭരണപരിഷ്കാരങ്ങളിൽ സംതൃപ്തയായതോടെ പതിയെ മോദിക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി BJP-യിൽ ചേരുകയായിരുന്നു. നമ്മുടെ സുൽഫത്ത് BJP-യിലോട്ട് എങ്ങനെയാണ് എത്തിയതെന്നാണ് മാമാ ഷാജൻ വിവരിച്ചു കൊണ്ടുവരുന്നത്. അതായത് മോദിയുടെ പ്രവർത്തനം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് BJP-യിലോട്ട് സുൽഫത്ത് എത്തിയതെന്നാണ് മാമാ ഷാജൻ പറയുന്നത്. അത് സത്യമാണെങ്കിൽ സുൽഫത്ത് ഏത് കാറ്റഗറി പെടുത്തേണ്ട ആളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മനസ്സിലാവില്ലേ. അയ്യേ ചാണകം. അങ്ങനെ സുൽഫത്ത് BJP-ക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷെ സുൽഫത്തിന്റെ നാട്ടിൽ BJP-ക്കാരില്ലാത്തത് കൊണ്ട് നമ്മുടെ മാമാ ഷാജൻ, അതായത് സംഗി ഷാജൻ പോലും BJP-ക്കാരെ നാണം കെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. സുൽഫത്തിന്റെ നാട്ടിൽ BJP-ക്കാരില്ല ഓരോ. നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ പറയാണ് സുൽഫത്തിന്റെ നാട്ടിൽ BJP-ക്കാരില്ല എന്ന്. അതിലും വലിയ നാണക്കേട് വേറെന്തെങ്കിലും ഉണ്ടോ? ഇതേപോലത്തെ സംഗി ഷാജന്മാരാണ് നിങ്ങളുടെ പാർട്ടിയുടെ ശാപം. ഇയാളെ പോലുള്ള ആളുകൾ പറയുന്നു സുൽഫത്തിന്റെ നാട്ടിൽ BJP-ക്കാരില്ല എന്ന്. അങ്ങനെ പറയുന്നത് ആരെങ്കിലും കേട്ടാൽ തന്നെ നിങ്ങളെ പാർട്ടിയിലോട്ട് പുതുതായിട്ട് ആരെങ്കിലും അംഗത്തെടുക്കോ? ഇല്ല. അതാണ് പറയുന്നത്. ഇതേപോലുള്ള മണ്ടൻ ഷാജന്മാരെ പോലുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ പാർട്ടി കേരളത്തിൽ പൂജ്യമായിട്ട് കിടക്കുന്നത്. ഇതേപോലത്തെ മണ്ടൻ ഷാജന്മാരൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊക്കെ രക്ഷപ്പെടും. മനസ്സിലായോ? BJP മത്സരിക്കാത്തത് കൊണ്ട്, വോട്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സുൽഫത്ത് രംഗത്ത് വരുന്നു. സംഗി ഷാജണ്ണ, അതൊന്ന് ഓർമ്മിപ്പിക്കില്ലേ? സുൽഫത്ത് മത്സരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് സുൽഫത്ത് മത്സരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? ആ ഒരു സമയത്താണ് സുൽഫത്തിന്റെ പോസ്റ്ററിന്റെ മുകളിൽ ആരോ പോയിട്ട് ചാണകവെള്ളം ഒഴിച്ചത്. കറക്റ്റ് അത് ആരോ ഒഴിച്ചതാണെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. ഇതേപോലെയുള്ള അപമാനങ്ങളൊക്കെ സഹിച്ച് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എന്താ സ്ഥിതി എന്നറിയോ? സുൽഫത്തിന് കിട്ടിയത് 4 വോട്ടാണ്. വീട്ടിലുള്ള ആൾക്കാരെ വോട്ട് പോലും സുൽഫത്തിന് കിട്ടിയിട്ടില്ല. കാരണം സുൽഫത്തിന്റെ നാട്ടിൽ BJP പൂജ്യമാണെന്ന് നേരത്തെ ഷാജൻ പറഞ്ഞത് ഓർമ്മയില്ലേ? അത് തന്നെയാണ് സംഭവം. ഇതേപോലെയുള്ള ആൾക്കാരൊക്കെയാണ് BJP-യിലോട്ട് പോയിട്ട് BJP-യെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്. പിന്നെ മുസംഗിണി ആയതിനെ കൊണ്ട് തന്നെ സുൽഫത്തിന് അത്യാവശ്യം ബഹുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് സംഘികളുടെ കയ്യിൽ നിന്ന് കിട്ടും. പക്ഷേ ഇന്നില്ലെങ്കിൽ നാളെ സുൽഫത്തിനെയും ജസ്ന സലീമിനെ ആക്രമിച്ചതുപോലെ എന്തായാലും ആക്രമിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. എന്തായാലും നമുക്ക് സുൽഫത്ത് ജസ്ന സലീമിനെ കുറിച്ചിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു, അതൊന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സഹോദരന്മാർ എന്നോട് ചോദിച്ചു. ഒരു പ്രാവശ്യം കൂടി. എത്ര സഹോദരന്മാര്? ഒരുപാട് സഹോദരന്മാർ എന്നോട് ചോദിച്ചു. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചെല്ലാവരും സംഘി മൈൻഡുള്ള ആൾക്കാരായിരിക്കും. അല്ലാതെ സംഘി മൈൻഡില്ലാത്ത ഒരാൾക്ക് പോലും ഇവരെ പോലുള്ള ആളുകളോട് ജസ്ന സലീമിന്റെ വിഷയത്തെ കുറിച്ച് ചോദിക്കാനുള്ള ബുദ്ധിയില്ലായ്മ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും സംഘികൾ തന്നെയാണ്. ആ ബാക്കി പറ. എന്താണ് കണ്ണനെ വരക്കുന്ന ജസ്നയെ കുറിച്ച് ഒന്നും സംസാരിക്കാത്തത്? കണ്ണനെ വരക്കുന്ന ജസ്നയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ കണ്ണനെ വരയ്ക്കുന്ന ജസ്നയെ ഒരുവിധം പരുവമാക്കിയിട്ടുണ്ട്. ഇല്ലാത്തതും ഉള്ളതും ഒക്കെ കൂട്ടിക്കുഴച്ചുകൊണ്ട് ജസ്നയെ ഇഞ്ചി പരുവമാക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അത്രയും വീഡിയോസ് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളും കൂടി വന്നിട്ട് വെറുതെ വീഡിയോ ചെയ്ത് നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അതുപോലെ ശബരിമലക്കടുത്തുള്ള എരുമേലി എന്ന സ്ഥലത്തുള്ള ബാബരി പള്ളി, അതിനെ കുറിച്ച് എന്താണ് സംസാരിക്കാത്തത്? ഒരുപാട് പേര് വന്നിട്ട് നമ്മുടെ സുൽഫത്തിനോട് ചോദിച്ചത് 2 വിഷയത്തെ കുറിച്ചാണ്. ആദ്യം ചോദിച്ചത് ജസ്ന സലീമിനെ കുറിച്ചാണ്. പിന്നെ ശബരിമലക്കടുത്തുള്ള എരുമേലി പള്ളി, അതായത് ബാബരി പള്ളിന്റെ അടുത്തുള്ള എന്തിനെ കുറിച്ച് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുമോ? വീഡിയോ ചെയ്യാനുള്ള ഓരോ കണ്ടന്റ് ആക്കിയിട്ട് വരുന്നതാണ്. എന്നിട്ട് പറയാണ് ഒരുപാട് പേര് വന്നിട്ട് ചോദിച്ചു എന്ന്. ഒരുപാട് സഹോദരന്മാർ എന്നോട് ചോദിച്ചു. ഇതിനെ കുറിച്ചൊക്കെ ശരിക്കും അറിഞ്ഞ ശേഷം ഒരു വീഡിയോ ചെയ്യണം നല്ലത്. അല്ലാതെ കുറെ റീച്ച് കിട്ടാനും കുറെ ആളുകളുടെ ഷോ കാണിക്കാനൊന്നും ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ TP സുൽഫത്ത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പൊ നല്ലോണം വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ടാണ് ഇപ്പൊ സുൽഫത്ത് ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. സുൽഫത്ത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, എനിക്ക് റീച്ചും കാര്യങ്ങളൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ആദ്യം തന്നെ കണ്ണനെ വരക്കണ ജസ്ന എന്ന സഹോദരിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അയ്യോ, നിങ്ങളെ പോലെയുള്ള മുസംഗിണികൾ കൂടി ജസ്ന സലീമിനെ വിമർശിക്കല്ലേ? കാരണം ഇവിടെയുള്ള സംഘികളും സംഘിനികളും ഓൾറെഡി ജസ്നയെ വിമർശിച്ചിട്ട് ഒരു സൈഡാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ പോലെയുള്ള മുസംഗിണികൾ പോലും ഇനിയിപ്പോ വിമർശിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ
ജസ്നക്ക് അത് താങ്ങാൻ പറ്റൂല. നല്ല രീതിയിൽ നോർമലായിട്ട് വിമർശിക്കാതെ പറ. ഈ സഹോദരിയെ അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണുന്നുണ്ട്. അവര് മുട്ട ചേർത്ത കേക്ക് കട്ട് ചെയ്യുന്ന. നിങ്ങൾ ആ പറഞ്ഞതിൽ തെറ്റുണ്ട്. ജസ്റ്റ് ആ മുട്ട ചേർത്ത കേക്കും കൊണ്ട് ഒരിക്കലും അമ്പലത്തിൽ പോയി കട്ട് ചെയ്യൂല. ബാക്കി പറ. അവളെ പിറകില് ഒരുപാട് തീവ്ര സംഘടന ഉണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ ഒരുപാട് ആളുകൾ പറയുന്നത്. ഇപ്പൊ എങ്ങനെയാണ്? ഒരുപാട് ആൾക്കാർ അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം ഇവിടെ കുറച്ച് കൂടുതലുണ്ടല്ലോ ഇങ്ങനെ പറയുന്ന ആൾക്കാർ. അതായത് ജസ്ന സലീമിന്റെ പുറകിൽ തീവ്ര സംഘടന ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ ഏത് കാറ്റഗറി പെടുത്തേണ്ട ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട്, മനസ്സിലാവില്ലേ? സംഖ്യകൾ തന്നെയാണ്. അതുപോലെ നമ്മുടെ ശബരിമലക്കടുത്തുള്ള എരിമേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാബരി പള്ളി ഉണ്ട്. ഈ ബാബരി പള്ളിയുടെ പേര് ആദ്യം ബാബരി നട എന്നായിരുന്നു അവിടെ എഴുതി വെച്ചിരുന്നത്. അതായത് ഇപ്പോ ശബരിമലയുടെ അടുത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളി ഇപ്പോ അറിയപ്പെടുന്നത് ബാബരി പള്ളി എന്നാണ്. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് അറിയപ്പെട്ടത് ബാബരി നട എന്നാണ്. ഇത് കേൾക്കുന്ന ഒരു യഥാർത്ഥ സംഖ്യയുടെ മനസ്സിൽ ആദ്യം എന്താണ് വരാ? ബാബരി മസ്ജിദ് പൊളിച്ചതുപോലെ തന്നെ അവിടെയും പൊളിച്ചിട്ട് അമ്പലമാക്കണമെന്നല്ലേ വരാന്, അല്ലേ? ഇതല്ലേ ഇവിടെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് വരുന്നത്, അല്ലേ? നിങ്ങൾ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് സുൽഫത്ത് ആന്റി? പിന്നീട് ബാബരി പള്ളി എന്ന് എഴുതി വെച്ചത്. എന്തിനാ നല്ല രീതിയിൽ ജീവിക്കുന്ന രണ്ട് മതക്കാരെ കൂട്ടിയടിപ്പിക്കാൻ വേണ്ടി ഇതേപോലെയുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത് സുൽഫത്ത് ആന്റി? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ആദ്യം നട എന്ന് എഴുതി വെച്ചു, ഇപ്പൊ പള്ളി എന്ന് എഴുതി വെച്ചു. ഇത് കേൾക്കുന്ന ഒരു യഥാർത്ഥ സംഖ്യക്ക് എന്താ മനസ്സിലുള്ള എന്താ പുറത്തു വരാൻ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. വർഗീയത ഇല്ലാത്തവന് പോലും വർഗീയത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളെ പോലത്തെ ഒരു മുസ്ലിം ലേഡി സംസാരിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെതായിട്ടുള്ള തീരുമാനത്തിലെത്തും. പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലാണ്. ഒരു മുസംഗീണനെ കൊണ്ട് ഇതേപോലത്തെ വിഷയങ്ങളൊക്കെ സംസാരിപ്പിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ ഇതിന് വർഗീയത അല്ല എന്ന് പറയുമെന്നാണ് ഈ കണ്ടന്റ് ഉദ്ദേശിച്ച സംഖ്യ ഉദ്ദേശിച്ചത്. പക്ഷേ പാളിപ്പോയി, തമാശ പറയുന്നില്ല. സുൽഫത്ത് ആന്റിയോട് ഏതോ സംഖ്യ പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വർഗീയത പറയുന്നത് പോലെ ആയിരിക്കും ജനങ്ങൾക്ക് തോന്നുക. അതേ സ്ഥാനത്ത് നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു മുസ്ലിം സ്ത്രീയായ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർഗീയതായിട്ട് തോന്നൂല എന്ന് ആ പറഞ്ഞ സംഖ്യയുടെ മൈൻഡ് സെറ്റ് പോയ പോക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കേരളത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ആരാണ്? ഈ കേരളത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ പറയുന്നില്ല, എന്റെ കമന്റ് ബോക്സിൽ വരുന്ന ആൾക്കാർ പറയട്ടെ. ദുഷിച്ച കുറച്ച് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇവിടെ. ദുഷിച്ച ചിന്താശക്തിയുള്ള പാർട്ടിക്കാര് കുറെ ഉണ്ട് എന്നല്ല, ഒന്നേ ഉള്ളൂ. അതേതാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ മത തീവ്രത മനസ്സിൽ കൊണ്ടെടുക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഇവിടെ. മത തീവ്രത മനസ്സിലിട്ട് നടക്കുന്ന രണ്ട് പാർട്ടിക്കാരാണ് കേരളത്തിലുള്ളൂ. ആ രണ്ട് പാർട്ടിയുടെ പേരും ഞാൻ പറയുന്നില്ല. ഇവിടെ എന്താണ്, നിങ്ങൾക്ക് നിങ്ങളെ ക്ഷേത്രങ്ങളൊക്കെ സംരക്ഷിക്കണം, നല്ല രീതിയിൽ വിശ്വാസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ BJPന്റെ കൂടെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ. ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശ്വാസിയെ BJPയിലോട്ട് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് സുൽഫത്ത്, അല്ലേ? ആ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് അതല്ലേ മനസ്സിലായത്? മുസ്ലിങ്ങൾക്ക് പള്ളി സംരക്ഷിക്കുക, മുസ്ലിങ്ങൾക്ക് പള്ളി സംരക്ഷിക്കാന്നാ? ബാക്കിയൊക്കെ. ക്രിസ്ത്യാനികൾക്ക് അവരെ പള്ളി സംരക്ഷിക്കുക, ക്രിസ്ത്യാനികൾക്ക് അവരുടെ പള്ളിയും സംരക്ഷിക്കുക. ഓക്കെ. ഹിന്ദുക്കൾക്ക് അവരുടെ ക്ഷേത്രം സംരക്ഷിക്കുക, ഹിന്ദുക്കൾക്ക് അവരുടെ ക്ഷേത്രവും സംരക്ഷിക്കുക. ഓക്കെ. ഇതൊക്കെ സംരക്ഷിക്കണമെങ്കിൽ ഇവിടെ ആര് വരണം? അവരവർക്ക് അവരവരുടെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ BJPയിൽ നിങ്ങൾ നിൽക്കുക. ബുദ്ധി വിവരമുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത്. അവരോട് ഇത് പറഞ്ഞു കൊടുത്താൽ അവർ വിശ്വസിക്കും. മുസ്ലിംസിന് പള്ളി വേണമെങ്കിൽ, ക്രിസ്ത്യൻസിന് പള്ളി വേണമെങ്കിൽ, ഹിന്ദുക്കൾക്ക് അമ്പലം വേണമെങ്കിൽ, എല്ലാവർക്കും എല്ലാം വേണമെങ്കിലും BJPയുടെ സംരക്ഷണം ആവശ്യമാണെന്നാണ് DB സുൽഫത്ത് പറയുന്നത്. ആരെങ്കിലും അത് വിശ്വസിക്കുക? മനസ്സിലായോ? അപ്പൊ വേറൊന്നും പറയാനില്ല. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചേക്കാം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം തേങ്ങ ചെയ്തേക്കാം. അപ്പൊ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.